ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ജസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാത്രമാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇൻപുട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെക്നിക്സ് ഒക്കെ നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസ്, ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ, ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യും. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് അലോസ് ടെസ്റ്റേഴ്സ് ടു ഇൻസ്പെക്ട് ആൻഡ് വെരിഫൈ ദി ഇന്നർ വർക്കിംഗ് ഓഫ് എ സോഫ്റ്റ്വെയർ. White box testing involves looking at the structure of the code. When you know the internal structure of a product, test can be conducted to ensure that the internal operations performed according to the specification. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷനിൽ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എന്താണ് സോഴ്സ് കോഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് പ്രോഗ്രാമിങ്ങിനെ പറ്റി വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരാൾക്കും അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് ഡൊമൈനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് കൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലോജിക്കിനെയും സോഴ്സ് കോഡിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിങ്ങിനെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾക്ക് മാത്രമേ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. Also known as clear box testing, open box testing, glass box testing, transparent box testing, code based testing or structural testing. അപ്പോൾ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് പറയുന്ന പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് വരാൻ കാരണം എന്താണ്, നമ്മളൊരു ബ്ലാക്ക് ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഉള്ളിലുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ വൈറ്റ് ബോക്സ് അല്ലെങ്കിൽ ഗ്ലാസ് ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ ആണ്. ഇവിടെയും ടെസ്റ്റിങ്ങിൽ ആ പേര് കൊടുക്കാൻ കാരണം എന്താണ്, ഉള്ളിലുള്ള കാര്യങ്ങളെ കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റടുത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ എറർ ഉണ്ട് എന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ അത് എന്താണ്, ഉള്ളിലുള്ള എറർ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എവിടെയാണ്, ആ ലോജിക്കിനെയും കൂടെ അല്ലെങ്കിൽ ആ സോഴ്സ് കോഡിനെയും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് ടെക്നിക്സ് പഠിക്കാനുണ്ട്. ബ്ലാക്ക് ബോക്സിൽ പഠിച്ച പോലെ തന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനും കുറച്ച് ടെക്നിക്സ് വരുന്നുണ്ട്. ലോജിക് കവറേജ് ക്രൈറ്റീരിയ, ബേസിക് പാത്ത് ടെസ്റ്റിംഗ്, ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്, മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ലോജിക് കവറേജ് ക്രൈറ്റീരിയ. ടെസ്റ്റ് കേസസ് ആർ ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ദ ലോജിക് ഓഫ് ദ പ്രോഗ്രാം സച്ച് ദാറ്റ് എവറി എലമെന്റ് ഓഫ് ദ ലോജിക് ഈസ് കവേർഡ്. അപ്പോൾ അവിടെ ബ്ലാക്ക് ബോക്സിൽ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഇൻപുട്ട് ഡൊമൈനെയും സ്പെസിഫിക്കേഷൻ, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ലോജിക് കവറേജ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ ഏത് ടെക്നിക്കിലാണെങ്കിലും ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്, ആ കോഡ് അല്ലെങ്കിൽ ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ലോജിക് കവറേജ് ക്രൈറ്റീരിയയിൽ വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. ഒന്നാമത്തത് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. The first kind of logic coverage can be identified in the form of statements. It is assumed that if all the statements of the module are executed once, every bug will be notified. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മൾ ചെല്ലുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ലോജിക്കിനെയാണ് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലോജിക് കവറേജ്. ലോജിക് എല്ലാം നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കവർ ചെയ്യുന്നതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ആണ്. അപ്പോൾ എന്താണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനെയും കവർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഒരു തവണയെങ്കിലും നമ്മളൊന്ന് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബഗ്സിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും. അപ്പോൾ ചില കേസിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇപ്പോൾ ഒരു ഈഫ് എൽസ് ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈഫ് ബ്ലോക്ക് അല്ലെങ്കിൽ എൽസ് ബ്ലോക്ക് അങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യുക, ഒരു ഈ കണ്ടീഷൻ ട്രൂ ആയിട്ടും അതുപോലെ തന്നെ ഫോൾസ് ആയിട്ടും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് മാത്രമേ, മറ്റേ ബ്ലോക്കിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ബഗ്സിനെയും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ചെറിയൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമുക്ക് അറിയാം, റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു വൈൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഈഫ് കണ്ടീഷൻ, ഒരു ഈഫ് എൽസ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സിനെയും വൈനെയും റീഡ് ചെയ്യുന്നുണ്ട്. വൈൽ എക്സ്
സോറി, ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്താണ്, ഒരു ഇഫ് കണ്ടീഷനാണ്. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആവുന്നു, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു വൈ മൈനസ് വൈ. ഇനി അതിനുശേഷം എന്ത് ചെയ്യാണ്, എക്സിൻ്റെ വാല്യൂയും വൈൻ്റെ വാല്യൂയും പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു കവർ എവറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ എബവ് കോഡ് ദെൻ ദ ഫോളോയിങ് ടെസ്റ്റ് കേസസ് മസ്റ്റ് ബി ഡിസൈൻഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ എന്താണ് പറയുന്നത്, ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ എല്ലാ ബഗ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ കാണുന്നുണ്ട്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാൽക്കുലേഷൻ അവിടെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നോർമൽ കേസിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നുള്ളൂ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും രണ്ട് ബ്ലോക്കും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല നോർമൽ കേസിൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റും രണ്ട് ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന ടെസ്റ്റ് കേസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ടെസ്റ്റ് കേസസ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ എന്താണ്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ എന്ത് ചെയ്യണം, എക്സിനെയും വൈനെയും ഈക്വൽ ആയിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ എക്സിനെയും വൈനെയും രണ്ട് ഡിഫറെൻറ്റ് നമ്പർ ആയിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ് കേസിൽ പറയുന്നത്. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എൻ. അപ്പോൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ ആവാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, എക്സും വൈയും ഒരു നമ്പറാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ എന്താണ്, അത് ട്രൂ ആയിട്ടുള്ള കേസ് നോക്കുക. എക്സ് ഈക്വൽ ടു എൻ, വൈ ഈക്വൽ ടു എം. അതായത് എക്സും വൈയും വേറെ വേറെ നമ്പറാണ്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് രണ്ട് കേസിലും നമ്മൾ ഈ വൈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഇനി അടുത്ത എന്താണ്, ടെസ്റ്റ് കേസ് 3, എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ വൈ. ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഈ ഈഫിൻ്റെ ഉള്ളിലുള്ള ഈഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അപ്പോൾ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ ഒന്ന് തെറ്റിച്ചു കൊടുക്കണം, അതായത് എക്സ് ലെസ് ദാൻ വൈ. അപ്പോൾ ഈ 4 ടെസ്റ്റ് കേസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനെയും എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും, എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് പറയുന്നത്. These test cases will cover every statement in the code segment. Statement coverage is a poor criteria for logic coverage. The statement coverage is a necessary but not a sufficient criteria for logic coverage. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്ന് പറയുന്നത് ലോജിക് കവറേജിലെ ഒരു പുവർ ക്രൈറ്റീരിയ ആയിട്ടാണ് പറയുന്നത്. ഇത് എന്താണ്, നെസസറി ആണ്, പക്ഷേ ഒരു സഫിഷ്യൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ സോഴ്സ് കോഡ് കൂടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോരോ ടെസ്റ്റ് കേസ് വെച്ചിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ബഗിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ പറയുന്നത്. ഈ ലോജിക് കവറേജിൽ വരുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡിസിഷൻ ഓർ ബ്രാഞ്ച് കവറേജ്. ബ്രാഞ്ച് കവറേജ് സ്റ്റേറ്റ് ദാറ്റ് ഈച്ച് ഡിസിഷൻ ടേക്സ് ഓൺ ഓൾ പോസിബിൾ ഔട്ട്കംസ് അറ്റ് ലീസ്റ്റ് വൺ. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കണ്ടീഷൻ, ഒന്നല്ലെങ്കിൽ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ലൈനിനെയും നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇവിടെ രണ്ടാമത്തെ മെത്തേഡിൽ ഡിസിഷൻസിനെ അല്ലെങ്കിൽ ബ്രാഞ്ചിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡിസിഷൻ ഇതിനെന്താണ്, രണ്ട് റിസൾട്ട്, ഒന്നല്ലെങ്കിൽ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫോൾസ് ആവാം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ട്രൂ ആണെങ്കിൽ ട്രൂ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇൻ അതർ വേർഡ്സ് ഈച്ച് ബ്രാഞ്ച് ഡയറക്ഷൻ മസ്റ്റ് ബി ട്രാവേഴ്സ്ഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ദ എബോവ് എക്സാമ്പിൾ വൈൽ ആൻഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ടു ഔട്ട്കം ട്രൂ ആൻഡ് ഫോൾസ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വൈൽ ലൂപ്പിനാണെങ്കിലും അവിടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഈഫ് ആണെങ്കിലും ഒന്നല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫോൾസ് ആവാം, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് കേസ്, ഇവിടെ നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടീഷൻ്റെ കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ എല്ലാം നോക്കുന്നുണ്ട്, പ്രിൻറ്റ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നത് നോക്കുന്നുണ്ട്,
ഇവിടെ എന്ത് മാത്രമേ ഡിസിഷൻ ഓർ ബ്രാഞ്ച് കവറേജ് എന്ന് പറയുമ്പം എന്തിനെ മാത്രം എടുത്താൽ മതി, ആ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ മാത്രം എടുത്താൽ മതി. അപ്പോൾ അവിടെ വരുന്ന ടെസ്റ്റ് കേസ് എന്താണ്? ഒന്നാമത്തത് എക്സ് ഈക്വൽ ടു വൈ, രണ്ടാമത്തത് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഈ ഇവിടെ ഈഫിന്റെ കേസിൽ വരുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അതുപോലെ തന്നെ എക്സ് ലെസ് ദാൻ വൈ. നാല് എന്താണ് കേസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് വരുന്നത് എന്താണ്? കണ്ടീഷൻ കവറേജ്. കണ്ടീഷൻ കവറേജ് സ്റ്റേറ്റ് ദാറ്റ് ഈച്ച് കണ്ടീഷൻ ഇൻ എ ഡിസിഷൻ ടേക്സ് ഓൺ ഓൾ പോസിബിൾ ഔട്ട്കംസ് അറ്റ് ലീസ്റ്റ് വൺ. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കണ്ടീഷൻ കവറേജ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്. വൈൽ I less than or equal to 5 and j less than count. ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻഡിൽ എന്താണ്? രണ്ടും ട്രൂ ആയാൽ മാത്രമേ നമ്മളുടെ ഔട്ട്കം ട്രൂ ആയിട്ട് വരുള്ളൂ. In this loop statement, two conditions are there, so test cases should be designed such that both the conditions are tested for true and false outcomes. ഇപ്പോൾ ഇവിടെ ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഇപ്പോൾ ഓറിൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ട്രൂ ആയി കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ മറ്റേതിൽ എന്തെങ്കിലും എറർ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ഔട്ട്കമ്മും ട്രൂ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്താക്കിയും കൂടെ നോക്കണം. അത് രണ്ട് ട്രൂ കണ്ടീഷനിലും ഫോൾസ് കണ്ടീഷനിലും നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആയിട്ടും നോക്കണം, ഈ ഒരു കണ്ടീഷൻ തെറ്റായിട്ടും നോക്കണം. ആ ഒരു എറർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ജെ ലെസ് ദാൻ കൗണ്ട് എന്ന് പറയുന്നത് നോക്കണം, ജെ ഗ്രേറ്റർ ദാൻ കൗണ്ട് എന്ന് പറയുന്ന ആ കണ്ടീഷനും നോക്കണം. ഇതാണ് രണ്ട് ടെസ്റ്റ് കേസസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ലോജിക് കവറേജിൽ വരുന്നത്. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് കവറേജ്. സ്റ്റേറ്റ്മെന്റ് കവറേജ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബഗ്സിനെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഡിസിഷൻ ഓർ ബ്രാഞ്ച്, ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ്. ഇനി കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത് കണ്ടീഷനിൽ തന്നെ നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ആൻഡ് ഓറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്നിലധികം കണ്ടീഷൻസ് ഒരു ലൂപ്പ് നമ്മളുടെ കണ്ടീഷൻ തന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻ ചേർന്നതായിട്ട് വരുമ്പം അതിലും ട്രൂവും ഫോൾസും വെച്ചിട്ട് ചെയ്ത് നോക്കണം. ഇതാണ് കണ്ടീഷൻ കവറേജ്. ഇതാണ് ലോജിക് കവറേജ് ക്രൈറ്റീരിയ.